എൻ്റെ ക്ലാസ്സിലെല്ലാം ഇത് കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്നു, ഇവിടെ വരെ വന്നു, കുറച്ചുകൂടെ ഇത് ഇങ്ങോട്ട് വരുന്നു. അപ്പോൾ ആ നാഡീശാനൻ്റെ പേര് മുദ്ര മന്ത്രങ്ങൾ യൂസ് ചെയ്താണ്. പിന്നെ മന്ത്രം എന്ന് പറഞ്ഞാൽ ഇത് മാജിക് അല്ല, ദേ ആർ ആസ്ട്രൽ എനർജി ഫോർമുലാസ്. ഇപ്പോൾ അങ്ങേപോലുള്ളവർ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഹീൽ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൻ്റെതായ ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടാവാറുണ്ടോ? ക്വസ്റ്റ്യനാണ്. സെൽഫ് പ്രൊട്ടക്ഷൻ വേണം. അതാണ് പഴയ കാലത്ത് പറയാം, തന്നെ കെട്ടിയ മന്ത്രവാദി. അതായത് അവനെ കുറിച്ച് മന്ത്രവാദിക്ക് ഇത് ആവശ്യം. മന്ത്രവാദി നെഗറ്റീവ് എനർജി അല്ലേ ഡീൽ ചെയ്യുന്നത്. അപ്പം മന്ത്രവാദിയുടെ ദേഹത്ത് നെഗറ്റീവ് എനർജി ഇപ്പോൾ വന്ന് നെഗറ്റീവ് ഫക്സ് എന്നാണ് പേര് പറഞ്ഞിട്ടുണ്ട്. കാണാൻ പറ്റുന്നു ക്രില്ലിയൻ ക്യാമറ, കറുപ്പ് കളർ. അത് വന്ന് കയറാതിരിക്കാൻ ഇങ്ങനെ ഒരു ലെയർ ശിവയോഗത്തിലാണുള്ളത്, വേറെ എവിടെ ഇല്ല. അപ്പോൾ അങ്ങനെ ഒരു ലെയർ ഉണ്ടാ എന്ന് പറഞ്ഞാൽ കാല ജ്ഞാനോത്തര ആഗമെന്നുള്ള ശിവാഗമത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അതെന്ന് വെച്ചാൽ സാധാരണ യോഗ അന്നമയ കോശം എല്ലാവർക്കും അറിയാം, പ്രാണമയ കോശം, മനോമയ കോശം, വിജ്ഞാനമയ കോശം, ആനന്ദം, അതിൻ്റെ ഔട്ടർ. ശിവനൊക്കെ ഔട്ടർ എപ്പോൾ മെഡിറ്റേഷനിലിരിക്കും, ആ ഔട്ടർ ഇരിക്കുന്നുണ്ട്. അസുരന്മാർ അമ്പ് വിട്ടാൽ കയറില്ല, ഇത് ചെയ്യില്ല, ടൈറ്റ്, ഈ ഇതാണ് പവർ. അപ്പം മന്ത്രമയ കോശം എന്നൊന്ന് ക്രിയേറ്റ് ചെയ്യണം. ആര് വർമാനിക്കാൻ ആവശ്യം, മന്ത്രവാദിക്ക്, അലോപ്പതി ഡോക്ടറിനും ആവശ്യം. അലോപ്പതി ഡോക്ടറിന് ഞാൻ ഇപ്പോൾ എൻ്റെ മെഡിക്കൽ കോളേജ് പ്രൊഫസർ ഇപ്പോൾ എൻ്റെ അടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, പൂനായിൽ നിന്ന് 6 ഡോക്ടേഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വീഡിയോ ഇപ്പോൾ മറാത്തിയിൽ എൻ്റെ ക്ലാസ് ട്രാൻസ്ലേറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ടയർഡാവും. ഇപ്പോൾ ഉള്ള ഒരു അലോപ്പതി ബ്യൂട്ടി പോകുമ്പോൾ ടയർഡ് എന്ന് വെച്ചാൽ അവരുടെ നെഗറ്റീവ് എനർജി കയറുന്നു. അപ്പോൾ ഇവർക്ക് ഈ പ്രൊട്ടക്ഷൻ കൊടുക്കാൻ ഇങ്ങനെ കൊടുക്കുന്നത് സയൻറ്റിഫിക് വേ. നിങ്ങൾ പറയുന്ന മന്ത്രങ്ങളിലെ ആസ്ട്രൽ കമാൻഡ് നെഗറ്റീവ് എനർജിയെ വിരട്ടാനുള്ള മന്ത്രങ്ങളാണ്. നിങ്ങളുടെ ആസ്ട്രൽ ബോഡി കയറ്റാനുള്ള ഒരു റൂട്ട് ഉണ്ട്. അത് മൂലാധാരത്തിൽ എന്തെന്ന് പിങ്കല നാഡിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ പിങ്കല നാഡി ഓപ്പൺ ചെയ്തിട്ട് വരുമ്പോൾ എനർജി നിങ്ങളെ ചുറ്റി ഇങ്ങനെ പറഞ്ഞത് അറിയാം. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഓവർ നെഗറ്റീവ് എനർജി വന്നാൽ നിങ്ങൾക്ക് റിപ്പോർട്ടാവും. അപ്പോൾ അവരെ ഒന്ന് കുറച്ച് ഡിസ്റ്റൻസ് കീപ്പപ്പ് ചെയ്ത്, ഇപ്പോൾ കൊറോണ പീരീഡിൽ ഡിസ്റ്റൻസ് കീപ്പപ്പ് ചെയ്തല്ലേ ഡോക്ടർ ചെയ്തത്, ഇപ്പോൾ ഡിസ്റ്റൻസ് കീപ്പപ്പ് ചെയ്യണം. അപ്പോൾ ഇത് ഒരു സയൻസാണ്. അപ്പോൾ ഇതിനെ വന്ന് ഇപ്പോൾ അളക്കാൻ ഒന്ന് RO സ്കാനറുണ്ട്. വരുന്നവരുടെ നെഗറ്റീവ് എനർജി എത്ര എന്ന് RO സ്കാനർ നോക്കി ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ഒരു ഡോക്ടർ ഇങ്ങനെ സ്റ്റുഡൻ്റ് എന്ന് പറയാൻ പറ്റില്ല. അങ്ങേര് പലതും പഠിച്ചിട്ടുണ്ട്, എൻ്റെ അടുത്തും പഠിച്ചിട്ടുണ്ട്. കാക്കനാടിൽ റെജി എന്നൊരു ഡോക്ടർ ചെയ്യാണ്. അപ്പോൾ അങ്ങേര് എൻ്റെ അടുത്ത് പഠിക്കാൻ വേണ്ടി പറഞ്ഞു. ഞാൻ പിന്നെ അശ്വിനെ പറഞ്ഞു എന്തോന്നാണ് അങ്ങേര് ഒരുപാട് ഇല്ലല്ല വരണമെന്ന് പറഞ്ഞു. അപ്പോൾ വന്നതുകൊണ്ട് അങ്ങേര് എന്നെ RO സ്കാനർ വെച്ച് അളന്നു. എന്നെ RO സാധാരണക്കാർക്ക് 3/4 അടി ഇരുന്നാൽ ക്രോണിക് ഡിസീസ് 2 കഴിഞ്ഞാൽ അവർക്ക് 50% ഇത് അര ഡോസ് കൊടുത്താൽ മതി. 4.5 ഇത് അടിയുടെ കൂടുതൽ എന്നാൽ ലൈറ്റ് ഡോസ് കൊടുത്താൽ മതി. ഇത് അങ്ങേര് ഇപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. അത് നമ്മൾ യോഗയിലുള്ളതാണ്. അപ്പോൾ അത് എനിക്ക് വന്ന് അളന്നാൽ കിലോമീറ്റർ കണക്കിന് പോകുന്നു. വീഡിയോ ഇട്ടിട്ടുണ്ട്, ഞാൻ ഇത് പറയുന്നത് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ വന്ന് അളക്കുമ്പോൾ പോയിട്ടേ ഇരിക്കുന്നു. അപ്പോൾ ഈ എനർജി നിങ്ങൾക്ക് വന്ന് ഇതിൽ വന്ന് കൊണ്ട് ചേർക്കാൻ ഉള്ള ഇത് ചെയ്താൽ ടയർഡാവില്ല. എന്തോന്ന് ഇതൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കാണിച്ചവിടെ. അപ്പോൾ ഒരു ലേഡി എന്താണെന്ന് വെച്ചാൽ മസാജ് കൊടുക്കുന്ന ലേഡി, നിങ്ങൾ കേരളത്തിൽ ഒരു 4 എണ്ണത്തിന് മേലെ മസാജ് ചെയ്യാൻ പോകില്ല. 4 ചെയ്താൽ അവർ കൈ വേദന വരും. അപ്പോൾ ഈ ട്രെയിനിങ് കൊടുത്ത ശേഷം അവർ 10 എണ്ണം ആണെങ്കിലും ചെയ്യാം, അവർ ടയർഡാവുന്നില്ല. ഇതാണ് ബേസിക് ഫോർ നിങ്ങൾ മെയ്തി ഉണ്ടാക്കല മദർ ഓഫ് ആൾ റേക്കി. ഇതൊക്കെ റേക്കി ആൻഡ് ദേ ആർ ഫെയിലുവർ. എന്തോന്ന് ഫെയിലുവർ? അത് വന്ന് നിങ്ങളുടെ എനർജിയെ യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് പറയുന്നത്. എനർജി വലിച്ചെടുക്കണമല്ലോ. ബാങ്കിൽ പോയി ചെക്ക് വിട്ട് എടുക്കുക, ATMിൽ എടുക്കാനുള്ളതാണ് പ്രാണി ഹീലിങ്ങും മറ്റേ റേക്കിങ്ങും. ബാങ്ക് പണം ഇടണ്ടേ? അതാണ് ചക്ര ആക്ടിവേഷൻ. ഈ ഇതൊക്കെ ആസ്ട്രൽ ബോഡി വഴിയാണ് എനർജിയെ. അപ്പോൾ സ്റ്റോറേജ് വന്ന് അപ്പോൾ എനിക്ക് എന്ന് വെച്ചാൽ എന്തോന്ന് ഇത് എനർജി വന്നുകൊണ്ടേ ഇരുന്നാൽ നമ്മൾ കൊടുത്തുകൊണ്ടേ ഇരിക്കാം. എനിക്ക് എന്തെന്ന് വെച്ചാൽ ഞാൻ കർണാടകയിൽ ഒരു ക്യാമ്പ് മെഡിക്കൽ ഇത് യോഗ ക്യാമ്പ് നടത്താൻ പോയി. വരുന്നവരെന്ന് എല്ലാം കാല കയറി പിടിക്കാൻ എൻ്റെ കാലിലുള്ള എനർജി അവർ പോകും. അത് ഇവിടെ ആണെങ്കിൽ തൊട്ട് കൂപ്പിട്ട് പോയി ഇവർ അങ്ങനെ പിടിച്ച് തലയൊക്കെ വെച്ച് മുട്ടി പിടിച്ച് വയ്ക്കുമ്പോൾ എനർജി. അപ്പോൾ എന്തോന്ന് ഒരു സ്വാമിയാർ ഇതെന്ന് നോക്കിക്കൊണ്ടേയിരുന്നു. 4 പേര് തൊട്ട് അങ്ങേര് ടയർഡാവും. എനിക്ക് എത്ര പേര് വന്നിട്ട് ടയർഡാവുന്നില്ല. കാരണം ഇവർ 5 എടുത്തോണ്ട് പോയാൽ ഇവിടെ നിന്ന് 5 പേർ, മനസ്സിലായില്ലേ? എത്ര വന്നുകൊണ്ടേയിരിക്കും. ചക്രാസ് അബ്സർവ് എനർജി, ദേ ആർ പ്രസൻറ്റ് ഇൻ ദി ആസ്ട്രൽ ബോഡി. അത് പഞ്ചഭൂത എനർജിയെ വലിച്ചെടുക്കുന്നു. പ്രകൃതിയിൽ എനർജി ഉണ്ടല്ലോ.
പ്രകൃതിയിൽ നിന്ന് വലിച്ചെടുക്കുന്നു. അപ്പോൾ ഇവിടെ എത്ര പേർക്ക്, അപ്പോൾ ഇതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. ചെയ്ത ശേഷം പ്രാണി ഹീലിങ്ങും റേക്കിങ്ങും. വലിയ കണ്ണ് കാണാതെ പോകുന്നുണ്ട്, പേരുകൾ പറയുന്നില്ല, 4-5 പേര് അതിൻ്റെ അടുത്തൊരു ട്രീറ്റ്മെൻറ്റ് വന്നു. അപ്പോൾ കണ്ണ് ഇത് ഈ ചക്ര ആക്ടിവേഷൻ, ഈ മെയ്തീണ്ട കലവളി കാറ്റ് നിങ്ങളും കൊണ്ടുവരാം. നിങ്ങൾ ഒരു 10 പേരെ ആർഗനൈസ് ചെയ്താൽ ഞാൻ ചെയ്ത് കാണിക്കാം എന്ന് വെച്ചാൽ എനർജി പകർന്നു. മണിപൂരത്തെ ആക്ടിവേറ്റ് ചെയ്ത് സമാനൻ, കൂർമൻ, അവന് ഗാന്ധാരി എന്ന് ഒരു നാഡി ചാനൽ, ഇടത് കണ്ണനം, ഇത് പുരുഷൻ എന്ന് പറയുന്നത് ഇതിനെ ആക്ടിവേറ്റ് ചെയ്താൽ കണ്ണിന് ഉടനെ ലൈറ്റ്, ഹീറ്റ്, എനർജിയൊക്കെ വരുന്നുണ്ട്. അത് വന്ന് പെർമനൻറ്റ് ക്യൂറും ആവുന്നുണ്ട്. അപ്പോൾ ഇത് വന്ന് എന്തെന്ന് വെച്ചാൽ ഉടനെ അലോപ്പതി ഡോക്ടേഴ്സ് ഇങ്ങനെ യു ക്യാൻ ഡു കമ്പൈൻ ഇറ്റ് വിത്ത് എനി അലോപ്പതി ട്രീറ്റ്മെൻറ്റ് ആർ ആയുർവേദ ആർ സിദ്ധ. ഇത് വന്ന് അപ്പോൾ എന്ന് വെച്ചാൽ സപ്ലിമെൻ്ററി ആയിട്ട് യൂസ് ചെയ്തോളാം. അപ്പോൾ ഇത് ചെയ്യാതെ നിങ്ങൾ പ്രാണി ഹീലിംഗ് റേക്കിയും ചെയ്താൽ അവർക്ക് വന്ന് കണ്ണ് ബാധിച്ചവരുണ്ട്, കിഡ്നി ബാധിച്ചിട്ടുണ്ട്, റൈറ്റ് ബ്രെയിൻ, ഇതൊക്കെ എൻ്റെ അടുത്ത് വരുന്ന ട്രീറ്റ്മെൻറ്റിന്. അപ്പോൾ അവർക്ക് വന്ന് ഞാൻ റിക്രൂട്ട്മെൻറ്റ് എനർജി റിക്രൂട്ട് ചെയ്യുന്നു. അത് ഞാൻ ഇങ്ങനെ തലയെ ഇങ്ങനെ കൈ വെച്ച് അവിടെ ആധാർ കാണണം, അവർ എനർജി ഫുള്ളാവുന്നു, അത് പോകുന്നു. അപ്പോൾ ഇതിന് ഉള്ള ഇത് പഠിച്ചിട്ട് വേണം റേക്കി ആൻഡ് പ്രാണി, അല്ലെങ്കിൽ അവരുടെ അതുകൊണ്ടാണ് ഞാൻ ഒരു കളിയാക്കി പറയും, യു ആർ സെല്ലിങ് യുവർ പ്രാണ എനർജി എന്ന് പറയും. സെല്ലിങ്ങോ, അയ്യോ ഞാൻ പൈസ വാങ്ങുന്നുണ്ടല്ലോ, അപ്പോൾ സെല്ലിങ് അല്ലേ, നിങ്ങളുടെ എനർജി കൊടുത്ത് അപ്പോൾ പൈസ. രണ്ടാമത് ചീറ്റിങ് ഒരു അംശമുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾ വൈകുന്നേരം ആകുമ്പം നിങ്ങളുടെ എനർജി ഡൗൺ, അപ്പോൾ അറിയാതെ ഒരു ചെറുപ്പക്കാരൻ ഫുൾ പ്രാണ എനർജി, കുട്ടികൾക്കൊക്കെ എനർജി കൂടുതലാണ്, അറിയാതെ ഉള്ള കൊണ്ടുവന്ന് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ആവും. അപ്പോൾ അവർ എനർജി നിങ്ങൾ വലിച്ചെടുത്തു അവരറിയാതെ, എന്നിട്ട് അവരുടെ പൈസ വാങ്ങുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു കളിയാക്കാൻ വേണ്ടി പറയും. സോ എന്തെന്ന് വെച്ചാൽ ഇതിന് ബേസിക് വന്ന് ചക്ര ആക്ടിവേഷൻ ഡെയിലി ചെയ്ത് അവരുടെ എനർജിയെ അവർ റിക്വീപ്പ് ചെയ്യണം ഡെയിലി. അത് ഡെയിലി ടയർഡായി പോയാൽ വരുന്ന പേഷ്യൻ്റ് നാളെ വന്ന് പറയുകയും ചെയ്യണം. രണ്ടാമത് ഇനി ഈ റേക്കി പ്രാണിഹിൻ്റേഴ്സിനും ഈ ഒരു സീക്രട്ട് ഈ ബർമ്മ കലയിലാണ് ഇരിക്കുന്നത്. ഞാൻ അവർക്ക് പറഞ്ഞ് ചിലർ കേൾക്കുന്നുണ്ട്. തേയ്ബ്ര അഷ്ടമി, ഇപ്പോൾ നിങ്ങൾ ഭൈരവർ ചോദിച്ചല്ലോ, തേയ്ബ്ര അഷ്ടമിക്ക് പൂജ ചെയ്യുന്ന കേട്ടിട്ടുണ്ട്. തേയ്ബ്ര അഷ്ടമിക്ക് എല്ലാവർക്കും എനർജി ഡൗൺ ആയിരിക്കും. ഭൈരവരെ പൂജ ചെയ്ത് അപ്പോൾ തേയ്ബ്ര വരുന്ന പേഷ്യൻ്റ് ഡൗൺ, ഹീലറും ഡൗൺ. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് എന്തിനു കൊടുക്കണം, ലീവ് ഇടാൻ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പേര് പറഞ്ഞ നാളെ ഇന്ന് ലീവ്, റേക്കി ടുഡേ ഹോളിഡേ എന്ന് പറഞ്ഞ് വിടണം, വിട്ടില്ലെങ്കിൽ അത് വരുന്നു. രണ്ടാമത് എന്ന് വെച്ചാൽ റേക്കി പ്രാണി ഹീലിംഗ്, അക്യുപഞ്ചർ, അക്യുപ്രഷറിൽ വൈറ്റൽ പോയിൻറ്റ്സിൽ എനർജി ഫ്ലോ ഇൻക്രീസിങ് ഡിക്രീസിങ്, ഇതൊക്കെ റേക്കി മാസ്റ്റേഴ്സിനും പ്രാണി ഹീലേഴ്സ് അറിഞ്ഞുകൂടാ, പഠിക്കണം. വർമ്മകാരനും പഠിക്കണം. കാരണം വെച്ചാൽ അവിടെ എനർജി ഫ്ലോ ഇരിക്കുന്നത് എന്തെന്ന്, അമൃതകല റൈറ്റ് ടു ലെഫ്റ്റ്, ജെൻസിന് ലേഡീസ് ലെഫ്റ്റ് ടു റൈറ്റ് ഒരു ഫ്ലോ. അമൃതകല ആൾ പോസിറ്റീവ്, അമൃതം എന്ന് പറഞ്ഞാൽ അവിടെ ദേവല ആൾ പോസിറ്റീവ്. രണ്ടാമത് പോസിറ്റീവ് എന്ന് വെച്ചാൽ ഒരു നെഗറ്റീവ് ഇരിക്കും. അപ്പോൾ നെഗറ്റീവ് എന്ന് വെച്ചാൽ മറ്റേ നെഗറ്റീവ് ഇല്ല, ഈ നെഗറ്റീവ് നോഡ്. പോസിറ്റീവ് നിങ്ങൾ എന്തെന്ന് നമ്മുടെ ബാറ്ററിയിൽ ആനോഡ് കാത്തോഡ്, ആനോഡ് എനർജി ഇങ്ങനെ വന്ന് കാത്തോഡ് എനർജി നേരെ റിവേഴ്സിൽ പോകുന്നു. ഒരു സ്റ്റേജ് ഇതിലൂടെ കയറിയാൽ അത് ഒരു സ്റ്റേജ് കയറാൻ. ഇത് ന്യൂട്രൽ എനർജി, പ്രാറ്റത്തെ എടുത്ത് കഴിഞ്ഞാൽ ന്യൂട്രൽ ഇത് ഇരിക്കുന്നല്ലോ, അതിൻ്റെ എനർജി ഫ്ലോ. ഇതിൻ്റെ എനർജി ഫ്ലോ അറിയാതെ നിങ്ങൾ പ്രാണി ഹീലിംഗ് ചെയ്താൽ നിങ്ങൾക്ക് വന്ന് പ്രാണി ഹീലറിന് എനർജി ഡാമേജ് ആവും, വരുന്നവർക്ക് ഡാമേജ് ആവും. ബിക്കോസ് ഈ എനർജി നോർമൽ ഒരു ഡിസ്റ്റർബൻസ് വരുമ്പോഴാണ് അത് അസുഖമാണ് വരുന്നത്. അത് അറിയാതെ നിങ്ങൾ ട്രീറ്റ് ചെയ്താൽ എനർജി ഫ്ലോ ഡാമേജ് ആവും. അപ്പോൾ അതിനെല്ലാം ഇത് വന്ന് മെയ്തീണ്ട കലയിലാണ് ഇരിക്കുന്നത്. മെയ്തീണ്ട വിതൗട്ട് ടച്ചിങ് മാത്രമല്ല കണ്ണിനും കാണാൻ നോക്കില്ല. അതുകൊണ്ടാണ് ഇതിന് മർമ്മ എനർജി എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് ഞാൻ ബുക്സ് മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്, 3-4 ബുക്സ്, തമിഴിലുണ്ട്. അത് എനർജി ട്രഡീഷണൽ ബർമ്മ ആൻഡ് ഇന്നോവേറ്റീവ് ബർമ്മ എന്ന് കിൻഡിലിൽ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇതിലൊക്കെ ഇത് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഹീലിംഗാണ് ഞാൻ മാക്സിമം ചെയ്യുന്നത്. അതിൽ റിസൾട്ട് വരുന്നുണ്ട്, വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങളമാരുള്ള ആൾ ചെയ്ത് കാണിക്കുകയും ചെയ്യാം. ഓക്കെ, താങ്ക് യു ഗുരുജി. നിങ്ങളുടെ ജ്യോതിഷപരമോ വാസ്തുപരമോ ആത്മീയപരമോ ആയിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ ഇവിടെ വരുന്ന പണ്ഡിതന്മാരുമായി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ABC മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും. സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം 75 പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.